തുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് റസൂലുള്ളാഹി പറയാണ്. തീർന്നില്ല. ഇൻകാനത്ത് ലകാഫിയ ഖാല ഫുളിലത് അലൈഹിന്ന ബി69 ജുസ്അൻ കുല്ലുഹുന്ന മിത്ല ഹർരിഹാ. അതുകൊണ്ട് തീർന്നില്ല. 96% 96 ഇരട്ടി പിന്നീട് നിങ്ങളുടെ ഭൂമിയിലെ തീയിന്റെ ചൂടി ഇരട്ടിപ്പിച്ച് അതിലെ ആ നരകത്തിലെ ഓരോ നാളങ്ങൾക്കും പടച്ചറബ് കൊടുക്കുമെന്നാണ്. അവിടെ ഇട്ടിട്ടാണ് സഹോദര കരിക്കുന്നത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് പറയാനാണ് അമ്പിയാക്കൾ വന്നത്. ആ സന്ദേശം പഠിപ്പിക്കാനാണ് ഫിർഔനിന്റെ കൊട്ടാരമുറ്റത്തേക്ക് കയറി ചെന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് പറയാൻ വേണ്ടിയാണ് ഈത്തപ്പനയുടെ മണ്ണിൽ, മരുഭൂമിയുടെ വിരിമാറിൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ത്യാഗങ്ങൾ സഹിച്ചത്. അതിനുവേണ്ടിയാണ് നമ്രൂദിന്റെ മന്ത്രിസഭയിൽ കയറി ഇബ്രാഹിം നബി പ്രസംഗിച്ചത്. എങ്കിൽ ആ നരകം ജീവിതത്തിൽ വരാതിരിക്കാൻ എന്ത് പ്രൊട്ടക്ഷനാണ് നമ്മൾ എടുത്തത്? ഇത്തരം പരിപാടികൾക്ക് പോലും പിടിച്ചു വലിക്കപ്പെട്ടതിന്റെ പേരിൽ വന്നതിന്റെ ശേഷം മാനസികമായി ഇവിടെ പൂർണ്ണമായിട്ടിരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ കഴിയാത്തവരുമൊക്കെ കരയുക. നമ്മൾ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിനോട് ചോദിക്കുക, കഴിയുമോ നമുക്ക് നേരിടാൻ ഈ തീനാളത്തെ? ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസർ. കൊട്ടാരങ്ങൾക്ക് തുല്യമായ കനലുകൾ അവിടെ ഉണ്ടാകും. കന്നഹു ജിമാലത്തുൻ സുഫർ. ഇതാ അതിശക്തമായ ആ കനലുകളെ സംബന്ധിച്ച് അള്ളാഹു നടത്തിയ ശക്തമായ പ്രയോഗങ്ങൾ. കൊട്ടാര സമാനമായ കനലുകളിൽ മനുഷ്യൻ കരിയിക്കപ്പെടുമെന്നാണ്. അവിടെ കഴിക്കാനുള്ള ഭക്ഷണം 4-5 ഭക്ഷണങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. ഒന്ന് ലരി ആണ്. ലരി എന്നാൽ മരുഭൂമിയിലെ ആ പിന്നെ കരിഞ്ഞുപോയ, ചുളിഞ്ഞുപോയ, അത് ഉണങ്ങിപ്പോയ പുല്ലില്ലേ, മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന വൈക്കോല് തിന്നാൻ തന്നാൽ ഉമ്മയോടെന്ത് പ്രതികരിക്കും? ഹോട്ടലിൽ ആളോടെന്ത് പ്രതികരിക്കും? നരകത്തിൽ ചെല്ലുമ്പോ മരുഭൂമിയിലെ മുള്ളുള്ള ഈ പുല്ലുകൾ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് കഴിക്കടാ, ലഹും ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ലരി. അവർക്ക് ഈ ലരി എന്ന പുല്ലല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ല എന്നാണ്. തീർന്നില്ല. മറ്റൊന്ന് ശജറത്തു സഖൂമാണ്. സഖൂം വൃക്ഷത്തിന്റെ ചില്ലകൾ കഴിച്ച് നരകത്തിൽ കഴിയേണ്ടി വരും. നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം വൃക്ഷം അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു സ്വാഫാത്തിന്റെ 62 മുതൽ 64 വരെ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി. അതേപോലെ ദുഹാനിന്റെ 46 അള്ളാഹുവിന്റെ കിതാബ് ഈ മരത്തെ വിശദീകരിക്കുന്നു. ഇന്ന ശജറത സഖൂം, തീർച്ചയായും ശജറത്തു സഖൂം എന്താണ് മനുഷ്യരെ? ആറാബിയോട് ആദ്യമായി റസൂലുള്ളാഹി പറയാണ്, തആമുൽ അസീം, കുറ്റവാളികളെ, അക്രമികളെ, ജീവിതത്തിന്റെ അജണ്ടയില്ലാതെ നടന്നവരെ, കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പോയവരെ, A4 സൈസിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രം അജണ്ടയാക്കിയവരെ, ജീവിതത്തിന്റെ ശീതള ഛായകളിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്തവരെ, ഭൗതിക സുഖങ്ങളിൽ ഉല്ലസിച്ച് നടന്നവരെ, മരണത്തെ മറന്നവരെ, 6 അടി മണ്ണിലേക്ക് 4 ആളുടെ ചുമലിൽ 6 കാലുള്ള കട്ടിലിൽ പോകേണ്ട യാത്രയെ വിസ്മരിച്ചവരെ, മതത്തിന്റെ സന്ദേശങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ട് ഒഴിവാക്കിയവരെ, കുറ്റവാളികളെ, നിങ്ങൾക്കുള്ളതാണത്. തീർന്നില്ല. പടച്ചറബ് പറയാണ്, കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, ഉരുക്കി കളയുന്ന, വയറിനെ കത്തിച്ച് കളയുന്ന ഒരു പ്രത്യേകതരം ചില്ലയായിരിക്കും അതിൻ്റെത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലൗ അന്ന ഖത്രതൻ മിൻ സഖൂം, സഖൂമിന്റെ മരത്തിലെ ചില്ലയിലെ ഒരു തുള്ളിയെങ്ങാനും ഭൂമിയിലേക്ക് വീണിരുന്നുവെങ്കിൽ ഭൂമിയിലേക്ക് മുഴുവൻ ഭക്ഷണവും ഇല്ലാതെയായി പോകുമായിരുന്നു, നശിച്ച് നാമാവശേഷമായി പോകുമായിരുന്നു എന്നാണ്. മറ്റൊരു ഭക്ഷണം ഗിസ്ലീനാണ്. എന്താണ് ഗിസ്ലീൻ എന്ന് പറയുന്നത്? നരകത്തിലെ മനുഷ്യരുടെ തൊലിയിൽ നിന്ന് കത്തിച്ച് ചീഞ്ഞൊലിഞ്ഞു ഇറങ്ങുന്ന, കത്തിക്കരിഞ്ഞ തൊലിനാളങ്ങൾക്കിടയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചലമില്ലേ, ചലം. അതുപോലെ തന്നെ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ച സ്ത്രീകളുടെ ഗുഹ്യാവയവത്തിൽ നിന്ന് പുറത്തു പോരുന്ന നീരില്ലേ, വൃത്തികെട്ട ദുർഗന്ധമില്ലേ, അതാണ് VIP കൊടുക്കുന്നത്. നാട്ടിലെ VIP, നാട്ടിലെ വിദ്യാസമ്പന്നൻ, നാട്ടുകാരുടെ മുന്നിലെ മാന്യൻ, സമൂഹത്തിന്റെ മുന്നിലെ ഉന്നതൻ, മതത്തെ അജണ്ടയാക്കി എടുക്കാത്തവൻ, ജീവിതത്തിൽ കിട്ടിയ 25 വർഷത്തിനിടയിൽ അവന് ഓടി തീർക്കാനുള്ള മയിൽ കല്ലുകൾക്കിടയിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയെ മറന്നവൻ, ആ മറന്നവന് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിച്ചിറങ്ങുന്ന ആ വൃത്തികെട്ട ചെലവും ചോരയും നീരും കൂടിയതിന്റെ കൂടെ
വേശ്യകളായ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന്, ഗുഹ്യാവയവത്തിൽ നിന്ന് പുറത്തു പോരുന്ന ഒരു പ്രത്യേക ദ്രാവകം കൊടുക്കുമെന്നാണ്. ഹോട്ടലിൽ ചെന്നപ്പോ ഹോട്ടലിലെ വെയിറ്റർ കൊണ്ടുവന്ന ഗ്ലാസിന്റെ പുറത്ത് കേവലം ഒരു എന്തോ അടയാളം കണ്ടതിന് അയാളോട് തട്ടിക്കയറിയ നമ്മൾ ആലോചിക്കുക, സഹിക്കുമോ നമുക്ക്? ഇത് കുടിക്കാനുള്ള ത്രാണിയുണ്ടോ നമുക്ക്? ഇല്ലെങ്കിൽ സഹോദര, ഈ 15ാമത് പ്രോഫ്കോൺ നിങ്ങൾക്ക് ചില സൈൻ ബോർഡുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലേ? അതുകൊണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വരും ദിവസങ്ങളിലെ, വരും സമയങ്ങൾ കൂടുതൽ പ്രൗഢമായത് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഈ ക്യാമ്പസിന്റെ ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സമയം കളയണോ എന്നത് ഇനി നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി തീരുമാനിക്കുക എന്നതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നരകത്തിലെ പാനീയങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന് ഹമീമാണ്. എന്താണ് ഹമീം എന്ന് പറയുന്നത്? അതിശക്തമായ ചൂടുള്ള വെള്ളം, ചായ പോലും എത്ര തവണ ചൂടാക്കി കുടിച്ച നമ്മൾ, കഴിയുമോ നമുക്കത് കുടിക്കാൻ? ഗസ്സാക്കാണ് രണ്ടാമത്തേത്. തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്ന, താഴോട്ടിറങ്ങാത്ത കടുകടുത്ത തണുത്ത് ഉറച്ച ഐസ് വാട്ടർ, ഒരിക്കലും തൊണ്ടയിലേക്ക് താഴേക്ക് ഇറക്കാൻ കഴിയാത്ത വെള്ളം. അതുകൊണ്ട് തീർന്നില്ല. മൂന്നാമത്തത് സ്വദീദാണ്. എന്താണ് സ്വദീദ്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വലിച്ചിറങ്ങുന്ന പാനീയം. അടുത്തത് മുഹിലാണ്. എന്താ? ടാറ് പോലെയുള്ള, ഉരുകിയ ഉരുക്കു പോലെയുള്ള ഒരു പ്രത്യേക ദ്രാവകം. കുടിക്കട, കുടിക്ക് എന്ന് പറഞ്ഞ് കുടിക്കാൻ കഴിയാതെ വരുമ്പോൾ മാലാഖമാരുടെ ചാട്ടവാറിന്റെ മുന്നിൽ കുടുങ്ങിപ്പോകുന്ന നിമിഷം, എവിടെയോ എപ്പോഴോ നമ്മൾ അകപ്പെട്ട റാഗിങ്ങിന്റെ തീഷ്ണമായ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ, ഏതോ കൂട്ടുകാരൻ പെട്ട ഇത്തിരി പോന്ന റാഗിങ് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ, സഹോദരങ്ങളെ, വിശ്വാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ജീവിതത്തിന്റെ വ്യത്യസ്ത രംഗത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് പരലോകത്ത് കിട്ടുന്ന ക്രൂരമായ പീഡനങ്ങൾ മനസ്സിലേക്ക് ചേർത്തു വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനിപ്പിക്കുമ്പോൾ, നരകത്തിന്റെ തീഷ്ണമായ ശിക്ഷയ്ക്ക് മുന്നിൽ മനുഷ്യൻ പറയുന്ന വാചകമുണ്ട്. ഞാനും നിങ്ങളും അത് പറഞ്ഞുകൂടാ, നമുക്കത് പറയാൻ സാധ്യമല്ല. കാരണം തിരിച്ചറിവിന്റെ തീരം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു, വെളിച്ചം നമുക്ക് മുന്നിൽ കത്തിക്കപ്പെട്ടു, ആരാലോ പിടിച്ചു വലിക്കപ്പെട്ട് ഇതുപോലത്തെ സദസ്സുകളിൽ വരപ്പെട്ടു. ഇതേപോലത്തെ സന്ദേശങ്ങളുടെ പതാകവാഹകരായി നന്മയിലേക്ക് പല മനുഷ്യരെയും ക്ഷണിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ഓതുന്ന വചനം നാളെ പറയുന്നവരായി നമ്മൾ മാറിക്കൂടാ. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹ്. മനുഷ്യൻ പറഞ്ഞു പോകാണ്, നരകത്തിന്റെ തീഷ്ണമായ ശിക്ഷയ്ക്ക് മുന്നിൽ കുടുങ്ങിപ്പോയിട്ട്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മകനെ ബലി നൽകിയിട്ടാണെങ്കിലും പകരം നൽകിയിട്ടാണെങ്കിലും എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഒരു പിതാവ് പറയുകയാണ്. ഭാര്യയെ, സഹോദരനെ നരകത്തിന് കൊടുത്തിട്ട് എനിക്ക് സ്വർഗം തരണേ. തീർന്നില്ല. അവന്റെ കൂട്ടുകാരെ, അതേപോലെ തന്നെ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും, മാതാവും മകനും തമ്മിലുള്ള സ്നേഹം ഞാൻ പറയണോ? ഏതോ ഒരു ശക്തമായ സുനാമി നേരത്തെ ഉണ്ടായപ്പോൾ സുമാത്ര ദ്വീപിലെ സുനാമിയുടെ ചിത്രങ്ങളിൽ വേറിട്ടൊരു കാഴ്ചയുണ്ടായിരുന്നു. അമ്മയുടെ മാറിടത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മരിക്കാത്ത കുഞ്ഞ്, അമ്മവനെ മരണത്തിന്റെ വേദനയിലും കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. മരണത്തിന്റെ തീഷ്ണമായ വേദനയിലും കുഞ്ഞിനൊഴിവാക്കാത്ത മാതൃസ്നേഹത്തിന്റെ അവസ്ഥയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതി പഠിപ്പിച്ചത്, അല്ലേ? ഇതാ മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് എന്ന പ്രദേശത്ത് ഒരു വലിയ ബസ്തുരന്തമുണ്ടായപ്പോൾ ഒരു സഹോദരൻ പുറത്തേക്കെടുത്ത് ചാടി ആള് പുറത്തെത്തിയപ്പോഴാണ് കത്തുന്ന ബസ്സിൽ തന്റെ ഭാര്യയും മകനുമുണ്ട് എന്നറിഞ്ഞത്. അദ്ദേഹം അതിലേക്ക് തിരിച്ചു ചാടി മകനെയും ഭാര്യയെയും രക്ഷിച്ച് അദ്ദേഹം ഒരു കരിക്കട്ടയായി മരിച്ചു വീണു. പറയൂ സുഹൃത്തുക്കളെ, ഈ സ്നേഹബന്ധത്തിന്റെ നാളത്തെ ഗതിയാണിത്. കൂട്ടുകാർ തമ്മിലെ സ്നേഹം ഞാൻ പറയണോ വേണോ? നിങ്ങൾ നോക്കൂ, ചാലിയാറിൽ ദുരന്തമുണ്ടായപ്പോ ചാലിയാർ ദുരന്തത്തിൽ മുങ്ങി മരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, MS ഒരു പ്രവർത്തകൻ, അദ്ദേഹം രണ്ടുപേരെ രക്ഷിച്ചു, കരയിലേക്ക് എത്തിച്ചു. മൂന്നാമത്തെ ആളെ രക്ഷിക്കാൻ ചെല്ലുമ്പോ അവന്റെ കൂട്ടുകാര് പറഞ്ഞു, പോകരുത്, നീ തളർന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ തളർന്നിട്ടില്ല. ചാലിയാറിലെ
കുത്തിയൊഴുകുന്ന പൈശാചിക തിരകൾക്ക് മുന്നിൽ എന്റെ പ്രിയപ്പെട്ടവർ മരിച്ചൊടുങ്ങുമ്പോൾ ഇല്ല എന്ന് പ്രഖ്യാപിച്ച സുഹൃത്ത് സുഹൃബന്ധത്തിന്റെ മാനങ്ങൾ കാത്തു സൂക്ഷിച്ച്